ഇതന്നെ ഫോൺ സൈലന്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ആരാണ്ട് വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ, ഞാൻ ജയനാമറ്റത്ത് നിന്നാ കേട്ടോ. എന്നാ കാര്യം പറ. സെക്കൻഡ് സൂചിക്ക് എന്നാ വില? സെക്കൻഡ് സൂചിക്ക് ഇപ്പൊ 50 രൂപ. ഇത്തിരി കൂടുതലാ. അത്ര മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചാ മതി. അതല്ല പറഞ്ഞത്, പുതിയതിന് ഇത്രയും വിലയില്ല, പിന്നെ ആ സെക്കൻഡിന്. അയ്യോ, രാവിലെ ഓരോ ഊളകൾ വിളിക്കും മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി. എന്റെ കുഞ്ഞവനെ, നീ ചെറുതാന്നോർത്തോണ്ട് ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുക. മര്യാദയ്ക്ക് അതിനകത്ത് കയറിക്കട. കാലം പറഞ്ഞ ഞാൻ നിലത്തിന്റെ അടിക്കുള്ളൂ. എടാ ഇവിടെ കയറി ഇരിക്കടാ. നീ എന്നാ ചെറുതാന്നല്ലോ ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇതെന്നാ പിള്ളേർ ഇവിടെയുണ്ടോ? പിള്ളേരല്ലെന്നേ, ഈ ക്ലോക്കില് കുഞ്ഞു തൂച്ചി ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ആരാ? എന്റെ ദൈവമേ, ഇതെന്നാ കണ്ണീ കയറി കുത്തിയിരിക്കുക, ഊരിത്തരണോ? എന്റെ മനുഷ്യ ഇത് കണ്ണി കയറി കുത്തിയതല്ല. ഞാൻ ഈ വാച്ചൊക്കെ നോക്കാൻ നന്നാക്കാൻ വേണ്ടി എടുത്ത ലെൻസ് ആയിരുന്നു ഇത്. ഇതെന്നാടാ ഈ മണ്ണുണ്ണി വാച്ച് സെന്റർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ ദൈവം, അത് മണ്ണുണ്ണി എഴുതിച്ചല്ല. ഈ കട തുടങ്ങിയപ്പോഴേ എനിക്ക് പിള്ളേരുടെ പേരിടണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേട്ടന്റെ പിള്ളേരാണ്, ഒന്ന് മനു ഒന്ന് ഉണ്ണി. അത് എഴുതാൻ കൊടുത്തതിന് അവന്മാർ ഇത് തെറ്റിച്ച് എനിക്ക് എഴുതി തന്നെ. അവർക്ക് തെറ്റിയിട്ടില്ലടാ, ഇതാണ് ശരി. അയ്യോ, അത് ഇവിടുത്തെ വലിയൊരു ഗുണ്ടയാ. ആണോ? മൂക്കിന്റെ തുമ്പത്താ ചുണ്ടി. അത് പുതിയ അറിവാണല്ലോ. അവളിന്ന് വന്നിട്ടില്ല. ആര്? ഈ കടയിൽ നിൽക്കുന്ന എന്റെ സ്റ്റാഫല്ലേ വാസന്തി. നന്നാക്കാൻ തന്നെ എന്റെ വാച്ചന്തിയാന്നാ ചോദിച്ചത്. അയ്യോ, അത് ഈ പറഞ്ഞില്ല. അത് എവിടെ പോയി? ആ വാച്ചിന് എന്നായിരുന്നു കംപ്ലൈന്റ്? അതിന്റെ സ്റ്റാഫ് പോയതാ. സ്റ്റാഫല്ല, ഷാപ്പ്. ആഹാ, വന്നവനും കൊള്ളാം നിന്നവനും കൊള്ളാം. സമയം എന്നാടാ? സമയം 3 മണി. അതേ സഹോദരാ, നമ്മൾ കാണുമ്പോ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഈ ഭൂമിയിൽ എത്ര കാലം നമ്മളൊക്കെ കാണുമെന്ന് ആർക്കാ അറിയാവുന്നത്? ശരിയാ. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം. അതെ അതെ. പിന്നെ മാറി നിന്ന് 2 തെറി അങ്ങ് പറയണം. അതെന്തിനാ? നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. അയാൾ പോയോ? പോയി, ഇപ്പൊ പോയിയോ? ഇയാൾ എന്തിനു വന്നതാ? ആർക്കറിയാം. നിങ്ങൾ എന്തിനു വന്നാന്ന്? ഞാൻ നന്നാക്കാൻ വന്നതല്ലേ. ബെസ്റ്റ്. എന്റെ വീട്ടുകാരും എന്റെ ഭാര്യയെ നോക്കിട്ട് ഞാൻ നന്നായിട്ടില്ല. പിന്നെയാ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ പൊന്നെ, ഈ ക്ലോക്ക് നന്നാക്കാൻ വന്നതാ. എന്നാ പിന്നെ ആദ്യമേ പറയണ്ടായിരുന്നു. എന്നാ പറ്റിയതാ? രാവിലെ ഓടുന്നില്ല. ഓടുവാണെങ്കിൽ രാവിലെ ഓടണം. അത് കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മടുത്ത് നമ്മുടെ ഊപ്പാട് പറഞ്ഞു പോകുന്നേ. എന്റെ മുത്തശ്ശിയുടെ കാലത്തുള്ള ക്ലോക്കാ. ആഹാ, അപ്പൊ മുത്തശ്ശിക്ക് വൈകുന്നേരം വേറെ ക്ലോക്ക് ഉണ്ടോ? എന്റെ പൊന്നെ, ഞാൻ ആ ക്ലോക്കിന്റെ പഴക്കം പറഞ്ഞതാ. മുത്തശ്ശിയുടെ ജീവനുണ്ട് അതിനകത്ത്. ഇത് ക്ലോക്ക് ആണോ അതോ വെന്റിലേറ്റർ ആണോ? അല്ല, പിന്നെ മുത്തശ്ശിയുടെ ആത്മാവ് അതിനകത്തുണ്ടെന്നാ പറഞ്ഞേ. സത്യം പറയാലോ സഹോദര, ഇന്ന് വരെ ഞാൻ ഈ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാനൊന്ന് കാണട്ടെ കേട്ടോ. മുത്തശ്ശിയുടെ പേരെന്താ പറഞ്ഞേ? അല്ലി. അല്ലി എന്നല്ലായിരിക്കും, പല്ലി എന്നായിരിക്കും. ആടെ പോണം നിങ്ങളുടെ മുത്തശ്ശി. ഒന്ന് വിളിച്ചേ. എന്തിന്? ഈ ഇരിക്കുന്ന 2 മുട്ടയും കൂടെ എടുത്തോണ്ട് പോകാൻ പറ. എന്റെ പൊന്നെ, എന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, സമയം നോക്കിക്കൊണ്ടിരുന്ന ക്ലോക്കാ. വേറുള്ള ഈ ക്ലോക്കിനകത്ത് പിന്നെ സിനിമയല്ലേ കണ്ടോണ്ടിരുന്നത്. ഇത് ശരിയാകുമോ? ഇതിന് എന്തിനാ ശരിയാക്കുന്നത്? വേണമെന്ന് ലെവൽ ചെയ്തിട്ട് കുറച്ച് ഡൈ അടിച്ചാ പോരെ. എടാ, ഞാൻ ഈ മീശയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ക്ലോക്ക് ശരിയാക്കി തരുമോന്നാ ചോദിച്ചത്. അത് ഞാൻ നോക്കട്ടെ. ഞാനിങ്ങ വന്നപ്പോഴേ ആ ഷേഡയിൽ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് കണ്ടു. അത് നിനക്ക് വേണ്ട, എനിക്ക് ഇനി തന്നേക്ക്. അയ്യോ, അത് വാഷിംഗ് മെഷീൻ അല്ല, നമ്മുടെ AC-യുടെ ബോക്സ് ആയിരിക്കുന്ന അവിടെ. ഓ, അത് ശരി. സമയനായി? സമയം 3:30. അത് മുമ്പേ നീ പറഞ്ഞില്ലേ? ഇനി ഇവൻ പറയട്ടെ. 3:30. ഓക്കെ. പോയോ? പോയി. അതെ, ഒരു സംശയം. ചൂട് കൂടുമ്പോഴേ നീ ആ ഷേഡേ കയറിയാണോ കിടക്കുന്നത്? അറിയാ, AC അവിടെ വെച്ചിരിക്കുന്നോണ്ട് ചോദിച്ചതാ. എന്നാ മണ്ടനാ? മീശയൊക്കെ ഉണ്ട്, ഒരു വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ലെന്ന്. അതെ, വാച്ച് കെട്ടിയോ? അതിപ്പോ നടക്കുമെന്ന് തോന്നില്ല. വലിയ ആലോചന ഒന്നും ഇതിലായിട്ട് വന്നിട്ടില്ല. എടാ, നീ വാച്ച് കട നടത്തുകയല്ലേ? നിന്റെ കയ്യെ വാച്ച് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു, ഞാനത് അപ്പുറത്തെ കട നന്നാക്കാൻ കൊടുത്തേക്കുവാ. അപ്പൊ ഈ കട നിന്റെ വാച്ച് നീ നന്നാക്കുകയല്ലേ? ഞാൻ നന്നാക്കി കഴിഞ്ഞാലേ എന്റെ ഒരു വാച്ച് നന്നാക്കി കഴിയുമ്പോഴല്ലോ 3 വാച്ചിന്റെ പാർട്സാ സാറിന് മിച്ചം വരാറുള്ളത്. എന്റെ ദൈവമേ, നീ കല്യാണം കഴിച്ചതാണ്? അയ്യോ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണേ. എന്നും രാവിലെ ഓർക്കും ഞാൻ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഞങ്ങളെ അപ്പുറത്തെ സാവുചാട്ടനില്ലേ, ആ പുള്ളി രാവിലെ തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും മുറ്റടിക്കുന്ന കണ്ടപ്പോഴല്ലോ എന്റെ ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്റെ പൊന്നെ,
ഒരു കാര്യം ചെയ്യും, ആ. നമുക്ക് ആ. പാല് കാച്ചലിന് എന്നാ കൊടുക്കാൻ പറ്റും? പാല് കാച്ചിന് നമുക്കിപ്പം ബിരിയാണി കൊടുക്കാം, അതാ ഇപ്പൊ നല്ലതേ. എടാ, ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമാണ് ചോദിച്ചത്. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ട്, നോക്കിയാൽ മതി. ഓ, അപ്പം അതിനൊക്കെ എന്നാ വില വരും? അതിനൊക്കെ ഒരു 500 രൂപ അടുത്ത് വരും. കുറച്ചുകൂടെ റേഞ്ച്? കുറച്ചുകൂടെ ഹൈ റേഞ്ച് മതിയോ? എടാ, ഞാൻ ഈ ഗിഫ്റ്റ് മേടിക്കാൻ ഇനി ഹൈ റേഞ്ച് വരെ പോകണം. അതാണോ ഞാൻ പറഞ്ഞത്? ആ. ഇച്ചിരി വില കൂടിയ സാധനം വേണോ എന്നാണ് ചോദിച്ചത്. ഓ, അത് ശരി. അപ്പൊ അത് നല്ല ക്ലോക്ക് ആണല്ലോ, അതിന് എന്നാ വില വരും? അയ്യോ, അത് വർക്കല്ല. ആ, എടാ, വർക്കലയാണേലും കോട്ടയാണേലും എനിക്കൊരു പ്രശ്നമൊന്നും അല്ലെന്ന്. അതല്ലേ പറഞ്ഞത്. ആയിരിക്കുന്ന ക്ലോക്ക് വർക്കല്ല. ഓ, അത് ശരി. എടാ, എനിക്കൊരു മണ്ടത്തരം പറ്റി കേട്ടോ. ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ? അല്ല, എനിക്ക് ഇന്നലെ ഇച്ചിരി ഈസ്റ്റ് കഴിക്കേണ്ടതായിരുന്നു. അതെന്നത്തിന്? നിന്നെ രണ്ട് പുളിച്ച തെറി പറയാ. ഞാൻ വന്നപ്പം മുതൽ നീ എന്നോട് തുടങ്ങിയതാണ്. എന്റെ ചേട്ടൻ ഇങ്ങനെ ചൂടൊന്നും വേണ്ട. ഇന്ന് വൈകിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോയി ഞാൻ ഇത് ശരിയാക്കി വെച്ചേക്കാം. വാച്ച് ശരിയാക്കി വെക്കണം. ആ. എടാ, എന്നാന്നറിയാവോ, നാളെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ. ആഹാ. അപ്പം വൈകിട്ടൊരു ഗിഫ്റ്റും ഒക്കെ മേടിക്കണം. വൈഫിന്റെ പേരെന്ന്? ആ, രമ. ഹാപ്പി ബർത്ത്ഡേ രമക്കുട്ടി. എന്റെ എല്ലാവിധ ബർത്ത്ഡേ ആശംസകൾ ചക്കര മുത്ത ഉമ്മ. എടാ, ഞാൻ പോലും ഇങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. അതാ വന്ന ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ആ, ഫ്ലോ ഒന്നും വേണ്ട. ആ. ഈ നമ്മുടെ രമക്കുട്ടിക്ക് ആ. എന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നേ? എടാ, അതിപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ. ഞങ്ങളുടെ അയൽവക്കത്ത് ഇവിടെ ഒരു കൂട്ടുകാരത്തി സിന്ധു എന്നും പറഞ്ഞ് ഉണ്ട്. എനിക്കറിയാം സിന്ധുവിനെ. ആ. നമ്മുടെ ടൗണിലെ കടയിൽ ഈ പൂക്കടയുള്ള സുഗുണൻചാട്ടന്റെ ഭാര്യ സിന്ധു അല്ലേ? ആ, നീ അറിയുവോ? പിന്നെ എന്റെ സിന്ധുവിനെ എനിക്കറിയത്തില്ല. അല്ല, സുഗുണൻചാട്ടന്റെ ഭാര്യ സിന്ധുവിനെ എനിക്കറിയത്തില്ലേ? ആ സിന്ധുവിന്റെ ബർത്ത്ഡേക്ക് സുഗുണനുണ്ടല്ലോ, പൂക്കള് കൊണ്ട് അവളെ അഭിഷേകം ചെയ്യുകയായിരുന്നു. ആ, കണ്ടു പഠിക്കും. സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് അങ്ങനെ പലതും ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതെന്നാ? എടാ, എനിക്ക് ആസിഡിന്റെ ബിസിനസ് അല്ലേ. അതെ. ആ. എനിക്കൊരു വാടക വീട് വല്ലതും കിട്ടാൻ വഴിയുണ്ടോ? വാടക വീട് കിട്ടും. ആ. 2000 രൂപ വാടക, 4000 സെക്യൂരിറ്റി. അയ്യോ, 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഞാൻ ഈ വീട് എടുത്തിട്ട് 4000 സെക്യൂരിറ്റിയെ കൊണ്ടുപോയി നിർത്താൻ അതിനകത്ത് എന്നാ നീതി പുഴുങ്ങി വെച്ചേക്കുവാ. എടാ, നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഞാൻ തറവാട്ടിലാണ്. അപ്പൊ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിച്ചാ പോരെ. ഈ തറവാടെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഷാപ്പിന്റെ പേരാ. എടാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാന്ന്? നിന്റെ അമ്മ മരിച്ചിട്ട് നിന്റെ വിദേശത്തുള്ള നിന്റെ അച്ഛനെ അറിയിക്കാൻ തന്നെ. അതെന്നാ സംഭവം എന്നറിയാവോ? ആ. ഞങ്ങളുടെ അച്ഛൻ നാട്ടിൽ വരുമ്പോഴേ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ മനഃപൂർവ്വം അറിയിക്കാതിരുന്ന. അയ്യോടാ, നല്ല മകനാണ്. 4 മണിയായി. എന്നോട് ഞാൻ ചോദിച്ചായിരുന്നോ സമയം? സമയം എത്രയായി? 3:55. 5 മിനിറ്റ് നീ എന്തിനാണ് കൂട്ടി പറഞ്ഞത്? അല്ല, കുറച്ചു നേരമായില്ലോ. ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോണു, സമയം ചോദിക്കുന്നു. എന്തുവാ കാര്യം? ഞാൻ വന്നേ പറ. ഞാൻ എന്റെ വാച്ച് നിന്റെ കടയിലല്ലേ നന്നാക്കാൻ തന്നത്. അതെ. പിന്നെ ഞാൻ എവിടെ പോയാടാ ചോദിക്കണ്ടേ? അയ്യോ, ഞാനാളാ ചോക്ക് വെച്ചെറിഞ്ഞത്. അല്ല, എന്റെ 2 പല്ല് പറഞ്ഞു പോയതാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.